ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ കുഞ്ഞിന്റെ പിതാവ്. തുടർ ചികിത്സ സംബന്ധിച്ച് ഒരു വിവരവുമില്ലെന്ന് പിതാവ് അനീഷ് മുഹമ്മദ്. ആരോഗ്യവകുപ്പിൽ നിന്ന് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. തീരുമാനം വൈകിയാൽ സമരത്തിലേക്ക് എന്നും പിതാവ് വ്യക്തമാക്കി. നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു. നിഷ, ഈ തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനമെടുക്കാനായി യോഗമൊക്കെ ചേർന്നിരുന്നതാണ്. ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് ഒന്നും പിന്നീട് കുടുംബത്തെ അറിയിച്ചില്ല എന്നതാണോ? സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ പിതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ആലപ്പുഴയിൽ വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആരോപണവും ഈ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ പിതാവ് അനീഷ് മുഹമ്മദ് ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അന്വേഷണം സംബന്ധിച്ച് യാതൊരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആരോഗ്യ വകുപ്പിൽ നിന്ന് പോലും ഒരു ഉറപ്പും കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച് തുടർ ചികിത്സ സംബന്ധിച്ച കാര്യത്തിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഒരു ഉറപ്പും ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ആരോപണ വിധേയരായ ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നാണ് കുടുംബം ചോദിക്കുന്നത്. ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേത്. അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുമെന്നാണ് കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത്. MRI റിപ്പോർട്ട് വന്നപ്പോൾ കുഞ്ഞിന് തലച്ചോറിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. തനിക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ കുഞ്ഞ് ജനിച്ച സമയം മുതൽ തന്നെ ജോലിക്ക് പോലും പോകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മറ്റു 2 കുട്ടികളുണ്ട്, അവരെ വളർത്തണമെന്നും ഒക്കെ പിതാവ് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുഞ്ഞുമായി ആശുപത്രിയിൽ ചെന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് തുടർ ചികിത്സ എന്ന് സർക്കാർ ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ കുഞ്ഞുമായി അവിടെ ചെന്നെങ്കിലും ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നു. പിന്നീട് ഇക്കാര്യം സൂപ്രണ്ടിനെ അറിയിച്ചതോടെ ഇന്ന് കുഞ്ഞുമായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാർ കാര്യമായി നോക്കി എന്നും പറയുന്നുണ്ട്. പക്ഷെ കുഞ്ഞിന്റെ ഇനി എങ്ങനെയാണ് കുഞ്ഞിന്റെ തുടർ ചികിത്സ മുന്നോട്ട് പോകേണ്ടത്, അത് ഏത് രീതിയിലാണ് എന്നൊന്നും ആരും തങ്ങളെ അറിയിക്കുന്നില്ല. അതിന് വ്യക്തമായ ഒരു മറുപടി എങ്ങു നിന്ന് ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നാണ് കുഞ്ഞിന്റെ അച്ഛനായ അനീഷ് മുഹമ്മദ് പറയുന്നത്. അനു, ശരി, കുഞ്ഞിന്റെ പിതാവ് അനീഷ് മുഹമ്മദിന്റെ വാക്കുകൾ കാണാം. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗികമായിട്ട് എനിക്ക് യാതൊരുവിധ റിപ്പോർട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. കുഞ്ഞിന്റെ ചികിത്സ വണ്ടാന ആശുപത്രിയിൽ നടക്കുന്നുണ്ടെന്ന് മാത്രം. അതായത് കുഞ്ഞിനെ ഇതുവരെ ഒരു പീഡിയാട്രിക് മെയിൻ ഡോക്ടർ ഇതുവരെ കൺസൾട്ട് ചെയ്തിട്ടില്ല. കുഞ്ഞിന്റെ ഇന്ന് കൊണ്ടുപോയി കുഞ്ഞിന്റെ കണ്ണും പിന്നെ EGR ഇന്നാണ് MRIയുടെ റിപ്പോർട്ട് കിട്ടിയത്. അങ്ങനെ ഇന്നാണ് ബാക്കിയുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ട് കിട്ടിയുള്ളൂ. ഇന്ന് ആ വണ്ടാനത്ത് പോയിട്ട് എല്ലാം വളരെ സൂപ്രണ്ട് സാറിനെ വിളിച്ച് സൂപ്രണ്ട് സാർ എല്ലാം വളരെ പെട്ടെന്ന് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ദിവസങ്ങളിൽ പോയ അനുഭവം കൊണ്ടാണ് ഇന്ന് സൂപ്രണ്ട് സാറിനെ വിളിക്കുകയും സൂപ്രണ്ട് സാർ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തത്.